ഹലോ, ഇന്ന് ഞാൻ ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനുള്ള ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായി ആവശ്യമുള്ളത് ഓയിൽ, ലെമൺ ജ്യൂസ്, വറ്റൽമുളക്, ഉഴുന്ന് പരിപ്പ്, തുവരപ്പരിപ്പ്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, മല്ലിയില, ഉപ്പ് പാകത്തിന്, കടുക്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെ ഇത് ചെയ്യണതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പാന് ചൂടാവുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിക്കുക കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം അതിലോട്ട് കടുകിടുക. കടുകിട്ടിട്ട് അത് പൊട്ടിയതിന് ശേഷം അതിൽ തുവരപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഇടുക. ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി മൂത്തതിന് ശേഷം വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഒരു 3 പൊട്ടിച്ചിട്ടിടുക. അതൊന്ന് ഇളക്കി ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി ഒന്ന് നന്നായി മൂക്കണത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലോട്ട് കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചോറ്, പൊന്നേരി ചോറാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ വേവിച്ച് വെച്ച ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം. അതിന് ശേഷം അതിലോട്ട് ലെമൺ ജ്യൂസ് ഒഴിക്കുക. ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കറക്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളത് നാരങ്ങ അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. അങ്ങനെ ടിഫിൻ ബോക്സും റെഡിയായി. അങ്ങനെ ഞാനും കുറച്ച് കഴിക്കട്ടെ. ഓക്കെ, ബൈ ഡിയേഴ്സ്. നാരങ്ങ, വറ്റൽമുളക്, ഉഴുന്ന് പരിപ്പ്, തുവരപ്പരിപ്പ്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, കടുക്. പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന വീഡിയോ വരില്ല റോഷി. നോക്ക്, ഇത് നോക്ക്.